സ്വാഗതം. പ്രഭാത ടാരോ കാർഡിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ ദിവസം എന്ത് സന്ദേശമാണ് യൂണിവേഴ്സ് താങ്കളെ നൽകി ഗൈഡ് ചെയ്യാൻ പോകുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് ഇന്ന് താങ്കളുടെ പ്രത്യക്ഷത്തിലുള്ള, അതായത് കാണാൻ കഴിയുന്ന ചുറ്റുപാട് എന്തായിരിക്കും എന്നുള്ളതാണ്. രണ്ടാമത്തെ കാർഡ് എന്ന് പറയുന്നത് താങ്കളുടെ ആന്തരികമായിട്ടുള്ള എനർജി എന്തായിരിക്കും എന്നുള്ളതാണ്. എന്ത് ഗൈഡൻസ് ആണ് യൂണിവേഴ്സ് താങ്കൾക്ക് തരുന്നത്, എന്താണ് ഇന്ന് താങ്കൾ ഫോക്കസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നുള്ളതാണ്. എന്താണ് താങ്കളിലേക്ക് വരുന്ന ഊർജ്ജം എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ കാണാൻ കഴിയുന്ന കാർഡ് യു ആർ ഗുഡ് ഇനഫ്. ഫുൾ മൂൺ ഇൻ വെർഗോ എന്ന് പറയുന്ന ഒരു കാർഡാണ്. ഈ കാർഡ് വളരെ പോസിറ്റീവായിട്ടൊരു കാർഡാണ്. ഫുൾ മൂൺ ഇൻ വെർഗോ എന്ന് പറയുന്ന കാർഡ്. ഈ കാർഡ് വരുമ്പോൾ നമുക്ക് പൊതുവേ നമ്മൾ പറയാറുള്ളത് ഒന്നതിന് ഫുൾ മൂൺ എന്ന് പറയുന്ന പൂർണ്ണചന്ദ്രനാണ്. പൂർണ്ണചന്ദ്രൻ്റെ കാർഡ് തന്നെ വളരെ പോസിറ്റീവാണ്. യു ആർ ഗുഡ് ഇനഫ് എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന ഒരുവിധം കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഫുൾ മൂൺ ഇൻ വെർഗോ എന്ന് പറയുന്നത്. അപ്പോൾ താങ്കൾക്ക് ഇന്ന് ഓവറോളായിട്ട് സാധാരണഗതിയിൽ ഒരു നെഗറ്റീവ് വരാൻ സാധ്യതയുണ്ടെങ്കിൽ പോലും അതിൻ്റെ ഒരു ഇത് കുറവായിരിക്കും എന്നുള്ളതാണ് ഈ കാർഡ് പറയുന്നത്. അപ്പോൾ നമുക്ക് ശുഭാപ്തി വിശ്വാസത്തോടുകൂടി പുതിയ കാര്യങ്ങൾ തുടങ്ങാനും ചെയ്യാനും എല്ലാം പറ്റിയൊരു ദിവസമാണ്. ആന്തരികമായിട്ട് എന്താണെന്ന് ചോദിച്ചപ്പോൾ എക്സ്പെക്ട് പവർഫുൾ ചേഞ്ച് എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും താങ്കൾക്ക് ബാഹ്യമായിട്ട് മാത്രമല്ല ആന്തരികമായിട്ടൊരു ഗ്രഹണ സമയത്തിൻ്റെ അവസാനത്തിലാണ് നിൽക്കുന്നുള്ളതാണ്. നമുക്കറിയാമല്ലോ, ഗ്രഹണത്തിൻ്റെ അവസാന സമയത്ത് ഭയങ്കര പവർഫുള്ളായിട്ടുള്ള മാറ്റങ്ങൾ ജീവിതത്തിൽ വരും. അപ്പോൾ തീർച്ചയായിട്ടും ആന്തരികമായിട്ട് വലിയൊരു മാറ്റങ്ങളാണ് ഇന്ന് താങ്കൾക്ക് വരുന്നത്. അപ്പോൾ അത് രണ്ടും മാച്ചിങ് ആണ്. എന്താണ് നമ്മൾ ഇന്നത്തെ ഗൈഡൻസ് എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് സ്റ്റെപ്പ് ഔട്ട് ഓഫ് യുവർ കംഫർട്ട് സോൺ എന്നുള്ളതാണ്. കംഫർട്ട് സോൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, എപ്പോഴും ഒരേ കാര്യങ്ങൾ ഒരേപോലെ ചെയ്താൽ നമുക്ക് പുതിയ റിസൾട്ട് കിട്ടില്ല. എപ്പോഴും നമുക്ക് പുതിയ റിസൾട്ട് കിട്ടണമെങ്കിൽ പുതിയ കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ പഴയ കാര്യങ്ങൾ പുതിയ രീതിയിൽ ചെയ്യണം. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് യൂണിവേഴ്സ് പറയുന്ന ഗൈഡൻസ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നമ്മൾ കംഫർട്ട് സോൺ ചെയ്യുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇന്ന് എന്തെങ്കിലും ചെയ്യൂ, താങ്കൾക്ക് എന്തെങ്കിലും റിസൾട്ട് വേണമെന്നുണ്ടെങ്കിൽ എന്നാണ് ഈ കാർഡ് പറയുന്നത്. എന്താണ് താങ്കൾക്ക് ലഭിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഫോക്കസ് ചെയ്യേണ്ടത് ചോദിച്ചപ്പോൾ ബി ബോൾഡ് ആൻഡ് മേക്ക് ദ ഫസ്റ്റ് മൂവ് എന്നാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും താങ്കളാണ് ഇനി മൂവ് ചെയ്യേണ്ടതെന്നാണ് പറയേണ്ടത്. ധൈര്യമായിട്ട് മൂവ് ചെയ്തോളൂ. താങ്കൾക്ക് ഒരു യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് ഉണ്ട് എന്നാണ് ഈ കാർഡ് പറയുന്നത്. ഇതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഈ കാർഡുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഫുൾ മൂണിൽ ഒരു പുതിയ മൂവ്മെൻറ്റ് എടുക്കാം. സ്റ്റെപ്പ് ഔട്ട് ഓഫ് കംഫർട്ട് സോൺ വളരെ പവർഫുള്ളായിട്ട് ഈ കാർഡ് പറയുന്നു. ആന്തരികമായിട്ട് വലിയ മാറ്റങ്ങളും വരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ, പുതിയ കാര്യങ്ങൾ പ്രവർത്തിക്കാൻ എന്തിനും നല്ലൊരു ദിവസമാണെന്നാണ് ഈ കാർഡ് പറയുന്നത്. അപ്പോൾ ഐ വിഷ് യു എ വെരി ഗുഡ് ഡേ. മേക്ക് യൂസ് ഓഫ് ദിസ് ഡേ. ഐ വിൽ സീ യു ഇൻ ദ ഈവനിങ്. താങ്ക് യു വെരി മച്ച്. ഹാവ് എ വണ്ടർഫുൾ ആൻഡ് ഔട്ട്സ്റ്റാൻഡിങ് ബ്ലാസ്റ്റ് ഓഫ് എ ഡേ.